രാഹുൽ മാങ്കൂട്ടത്തിലും മൂന്നാം കേസിലെ പരാതിക്കാരിയും തമ്മിലെ ചാറ്റുകൾ പുറത്ത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചുകൊടുക്കുമെന്ന അതിജീവിതയ്ക്ക് രാഹുലിന്റെ ഭീഷണി സന്ദേശം. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്തൊരു മനുഷ്യനും നോക്കേണ്ട, നീ എന്തു ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്നും നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ലെന്നും രാഹുലിന്റെ ഭീഷണി സന്ദേശത്തിനുള്ളിലെ ഉള്ളടക്കം പറയുന്നു. താഴാവുന്നതിന്റെ മാക്സിമം താൻ താഴ്ന്നു, ക്ഷമിക്കാവുന്നതിന്റെ ലിമിറ്റൊക്കെ പണ്ടേ കഴിഞ്ഞതാണെന്നും ടെലഗ്രാം ചാറ്റിൽ യുവതിയും പറയുന്നുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, മൂന്നാം പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേതൊക്കെ രീതിയിലാണ് രാഹുൽ ശാരീരികമായി ഉപയോഗിച്ചതിലുപരി സാമ്പത്തികമായി ചൂഷണം ചെയ്തതെന്നും അത് കഴിഞ്ഞുള്ള ഭീഷണിപ്പെടുത്തലുകളുമൊക്കെ വ്യക്തമാകുന്നുണ്ട്. യുവതിയും തിരികെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അതെല്ലാം വ്യക്തമാകുന്നതാണ് സാഹചര്യം. എന്തായാലും ഈ ചാറ്റുകൾ എത്രത്തോളം ബലം നൽകുന്നതാണ് ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം? പ്രധാനമായിട്ടും ഈ യുവതി പരാതിയിൽ തന്നെ പറഞ്ഞിരുന്നു, തനിക്ക് നേരെ പലതരത്തിലുള്ള ഭീഷണി രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തൻ്റെ മുഖത്ത് കർക്കിച്ച് തുപ്പുകയും തൻ്റെ മുഖത്ത് അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുൾപ്പെടെ കഴിഞ്ഞ ദിവസം പരാതി നൽകിയ യുവതി പറഞ്ഞിരുന്നു. ഏതായാലും ആ യുവതി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ 2 പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നതിന് പിന്നാലെ മൂന്നാമത് ഈ യുവതി ഇത്തരത്തിൽ ആ 2 പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ രാഹുലുമായിട്ട് ടെലഗ്രാം വഴിയാണ് ചാറ്റ് നടത്തിയിരിക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ തനിക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ വകവരുത്തി കഴിയും, അല്ലെങ്കിൽ അവർക്കും കുടുംബത്തിന് നേരെയൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നുൾപ്പെടെ ഈ യുവതിയോട് ചാറ്റ് ചെയ്തിരിക്കുന്നത്. ആ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ, ആ ചാറ്റിൽ പറയുന്ന കാര്യങ്ങൾ വിശദമായി നോക്കുകയാണെങ്കിൽ, പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട, കുറ്റസമ്മതം നടത്താനാണ് തീരുമാനം, അങ്ങനെ ഞാൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല, ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ്, 1 മാസം മുന്നേ ആയിരുന്നു ഇതൊക്കെയെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു, ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള പരിപാടിയൊന്നുമല്ല, അതൊക്കെ നിൻ്റെ തോന്നലാണ്, ഇനി ഞാൻ ഒന്നും സറണ്ടർ ചെയ്യില്ല, എല്ലാം എന്ന തീരുമാനമുണ്ട്, നീ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷെ ഞാൻ ചെയ്യുന്നത് നീ താങ്ങില്ല എന്നുൾപ്പെടെ ആ യുവതിയെ രാഹുൽ ഭീഷണിപ്പെടുത്തുന്നു. ഒപ്പം യുവതി പറയുന്നുണ്ട്, ഞാൻ രാഹുലിനെ കോൺഗ്രസിൽ തിരിച്ചെടുക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് തിരിച്ചൊന്ന് കാണണം എന്ന് യുവതി രാഹുലിനോട് തിരിച്ച് ചാറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ പറയുന്നത്, നീ നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എന്നുള്ള തരത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് നാട്ടിലേക്ക് വരികയാണെങ്കിൽ കുറേ ആളുകളുമായി ആ യുവതിയെ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ അവരെ ചെയ്യുമെന്നുള്ള തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണിയൊന്നും വേണ്ട, എന്ത് പറഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ആകെ ഇപ്പോൾ ഇല്ലാത്തതും നീ ഇപ്പോൾ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നതൊക്കെ കേസ് കൊടുക്കുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ കേസൊക്കെ കോടതിയിൽ വന്നാൽ എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് നിനക്കറിയാമല്ലോ, അതിൽ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ, അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നന്നായി ജീവിക്കണത് ഞാനൊന്ന് കാണട്ടെ, അതായത് കേസ് കൊടുക്കണതും മറ്റുമൊക്കെ കഴിഞ്ഞ് നീ വാ, ആ സമയത്ത് നീ നന്നായി ജീവിക്കുമോ എന്നുള്ളതൊക്കെ ഞാൻ കാണട്ടെ എന്ന തരത്തിൽ ഈ ചാറ്റിൻ്റെ വിവിധ ഇടങ്ങളിലായി പല ഭാഗങ്ങളിലായി യുവതിക്ക് നേരെ കൃത്യമായിട്ടുള്ള ഭീഷണി രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഭീഷണി തന്നെയാണ് ഈ യുവതിക്ക് നേരെ രാഹുൽ മുഴക്കിയിട്ടുള്ളത്. അത് അവരെ വീട്ടിൽ വെച്ച് നേരത്തെ തന്നെ ഈ യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു, തൻ്റെ അനുജത്തിയുടെ വിവാഹം മുടക്കുമെന്നുൾപ്പെടെ പറഞ്ഞ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് യുവതി നേരത്തെ തന്നെ പരാതിയിൽ പറഞ്ഞിരുന്നു. അതിനൊപ്പം വിവാഹം മുടക്കുന്നതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ, അതായത് അവർ നാട്ടിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ആളുകളുമായി വീട്ടിലേക്ക് വരും, തനിക്കെതിരെ നിന്ന ആളുകളെയും അവരുടെ കുടുംബത്തെയൊക്കെ വകവരുത്തി കളയും എന്നൊക്കെ തരത്തിലുള്ള ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് നടത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേസിൽ ഇത് വളരെ നിർണായകമാണ്. ഈ യുവതി നൽകിയിട്ടുള്ള പരാതിയിൽ ഇത് പ്രധാന തെളിവാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം തെളിവുകളൊക്കെ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ അരുൺ, അതോടൊപ്പം തന്നെ ഈ യുവതി ഏതെല്ലാം രീതിയിലുള്ള അന്വേഷണം വേണം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്? കാരണം നിലവിൽ ഇപ്പോൾ പീഡന വിവരമെല്ലാം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ നഗ്ന ദൃശ്യങ്ങൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോണിലുണ്ട് എന്നുള്ള ചില സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ അതടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് ശേഖരിക്കണമെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകിയേ മതിയാവുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും അന്വേഷണ സംഘം തുടർന്നും കടക്കുക എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ നടത്തണം.
അതിൻ്റെ പാസ്വേഡ് പോലീസ് കണ്ടെത്തി അതിനെ കൂടുതൽ വിശദമായ പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യുവതിയാണെങ്കിലും മുൻപ് പരാതി നൽകിയിട്ടുള്ള അതിജീവിതമാരാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ രാഹുൽ തങ്ങളുടെ നഗ്ന ദൃശ്യവും മറ്റും പകർത്തി മൊബൈൽ ഫോണിൽ പകർത്തി വെച്ച് അത് കാണിച്ചും അത് പുറത്തുവിടും, അത് ലീക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കോടതിയിൽ പോലീസ് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 3 കാര്യങ്ങളായിരിക്കും ഇപ്പോൾ മൂന്നാമതുണ്ടായ പരാതിയിൽ അന്വേഷിക്കുക. ഒന്ന്, ആ യുവതി നൽകിയിട്ടുള്ള പരാതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ യുവതിയെ പലപ്പോഴായി യുവതിയിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങാൻ 10,000 രൂപ ഉൾപ്പെടെ പാലക്കാട് നഗരത്തിൽ ഒരു ബിൽടെക് എന്ന ഫ്ലാറ്റ് വാങ്ങാൻ 1,14 ലക്ഷം രൂപ ഉൾപ്പെടെ ആവശ്യപ്പെട്ട് രാഹുൽ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ചാറ്റുകളിലൂടെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെ തരത്തിലാണ് യുവതിയിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചൂഷണം അവരെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതായിരിക്കും പോലീസ് ഒരു കാര്യം അന്വേഷിക്കുക. രണ്ടാമത്, രാഹുൽ എവിടെയൊക്കെയാണ് യുവതിയെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ പീഡിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാവും. അതുപോലെ തന്നെ അവരെ ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത്തരം ആ ഉപദ്രവങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാവും എന്നുള്ളതാണ്. ഒപ്പം തന്നെ വളരെ ഗൗരവമുള്ളൊരു കാര്യം എന്നുള്ളത് വടകരയിലെ ഒരു ഫ്ലാറ്റിനെ കുറിച്ച് കൂടി ഇവിടെ പലയിടത്തായി പരാമർശിക്കുന്നു എന്നുള്ളതും കാണാൻ സാധിക്കുന്നുണ്ട്. FIR-ന്റെ പകർപ്പെടുത്ത് വായിച്ചു നോക്കുമ്പോൾ FIR-ന്റെ പകർപ്പിൽ 2-3 ഇടത്ത് വടകരയിലെ ഒരു ഫ്ലാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വടകരയിലെ ഫ്ലാറ്റിലേക്ക് വരുന്നതിന് വേണ്ടി ഈ യുവതിയോട് രാഹുൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് രാഹുലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റാണോ അതല്ലെങ്കിൽ രാഹുലിന് വളരെ വിശ്വസ്തരായ ആരുടെയെങ്കിലും ഫ്ലാറ്റാണോ അത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തെളിയേണ്ടതുണ്ട്. ഏതായാലും പോലീസ് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.